إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി പടച്ചറബ്ബിങ്കലേക്ക് സാമീപ്യം ലഭിക്കുന്നവരായി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു ലതീഫും ബിഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ദാസന്മാരോട് അങ്ങേയറ്റം ദയയും കാരുണ്യവുമുള്ളവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസവും സമാധാനവും ലഭിക്കുന്ന ഒരായത്തുണ്ട്. ഖാല അല്ലാഹു അസ്സ വജൽ അല്ലാഹു ലതീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. തൻ്റെ ദാസന്മാരോട്, അടിമകളോട്, പടച്ചറബ്ബിനെ ആരാധിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ദയയുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. അവിടം കൊണ്ട് അവസാനിച്ചില്ല. അതിന് തൊട്ടുശേഷം പറയുന്നത് യർസുഖു മൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവന്റെ റിസ്ഖിൽ നിന്ന് ഉപജീവനം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമായി നൽകുന്നവനുമാണ്. പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കച്ചവടവുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും ഉപജീവന മാർഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ആശങ്കയോടുകൂടി ഓരോരുത്തരും നോക്കിക്കാണുന്ന സന്ദർഭമാണ്. പല ആളുകളും പല രൂപത്തിലുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവിടെ നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്തൊരു വചനമാണ് അല്ലാഹു ലതീഫും ബിഇബാദിഹി.
നമ്മോട് അങ്ങേയറ്റം കരുണയും ദയയും നാം ചോദിക്കുന്നതെന്തും നൽകുവാനും തയ്യാറുള്ള പടച്ച റബ്ബ് നമുക്കുണ്ട്. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ. പടച്ച റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിശാലമായി അവർക്ക് ഉപജീവനം നൽകുന്നവനാകുന്നു. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കുക. വഹുവൽ ഖവിയ്യുൽ അസീസ്. അവൻ അങ്ങേയറ്റം ശക്തനും അങ്ങേയറ്റം പ്രതാപവാനുമാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലുള്ള ഒരു പ്രതീക്ഷ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്ദർഭത്തിലും അവന് ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്തബ്തി അന്ന അഹദും മിൻകും റിസ്ഖഹ്. നിങ്ങളിൽ ഒരാളും തനിക്ക് തന്റെ ഉപജീവനം എത്ര ചോദിച്ചിട്ടും എന്തുകൊണ്ട് ലഭിക്കുന്നില്ല, എന്തേ ഇത്ര താമസിക്കുന്നത് എന്ന രൂപത്തിൽ നിങ്ങൾ ചിന്തിക്കരുത്. ആ ചിന്ത തെറ്റാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അതിവിശാലമായി നൽകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് എന്നും ആ പ്രതീക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. ഇത്തഖുല്ലാഹ വഅജ്മിലൂ ഫിത്തലബ്. നിങ്ങൾ അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുകയും ആ ഉപജീവനം കണ്ടെത്താൻ വേണ്ടി ഏറ്റവും നല്ല രൂപത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. ആ പരിശ്രമത്തിന് പടച്ച റബ്ബ് ഫലം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും. യഖൂലുല്ലാഹു അസ്സ വജൽ, യാ അയ്യുഹന്നാസ്. അല്ലയോ മനുഷ്യരെ, അല്ലയോ ജനങ്ങളെ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കലേക്ക് മനുഷ്യരാണ് ദരിദ്രർ, എന്നാൽ അല്ലാഹു അങ്ങേയറ്റം ധനികനാണ്, സ്തുത്യർഹനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അളവില്ലാതെ നൽകുന്നവനാണ്. പക്ഷെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലുള്ള ഹുസ്നുൽ ظن എപ്പോഴും അവനുണ്ടാകണം. നിരാശയും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള പ്രതീക്ഷയും എപ്പോഴൊരാൾക്ക് നഷ്ടപ്പെടുന്നുവോ അവിടെയാണ് അവൻ പരാജിതനാകുന്നത്, പരാജയപ്പെടുന്നത്, പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന ഇൻദ ഹുസ്നി ظنി അബ്ദി ബി. അന ഇൻദ ഹുസ്നി ظنി അബ്ദി ബി. എന്റെ ദാസൻ, എന്റെ അടിമ എന്നെ കുറിച്ച് എത്ര നല്ല രൂപത്തിൽ ചിന്തിക്കുന്നുവോ, എന്നോട് അവൻ ഏത് രൂപത്തിലുള്ള ചിന്തയാണ് വെച്ചു പുലർത്തുന്നത്, അത് എത്രമാത്രം നല്ല ചിന്തയാണ് അള്ളാഹുവെ കുറിച്ച് അവൻ കരുതുന്നത്, ആ സമീപനമായിരിക്കും എനിക്ക് അവനോട് ഉണ്ടാകുകയെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇൻ ظن ബി ഖൈറൻ ഫലഹു വഇൻ ظن ബി ശർറൻ ഫലഹു. അള്ളാഹുവെ കുറിച്ച് നല്ല ചിന്തയാണ് ഒരു മനുഷ്യൻ വെച്ച് പുലർത്തുന്നതെങ്കിൽ അവന് ലഭിക്കുന്നത് ഖൈറായിരിക്കും. ഇനി അല്ല, തെറ്റായ ചിന്തയാണ് ഒരാൾ വെച്ച് പുലർത്തുന്നതെങ്കിൽ അവൻ അതായിരിക്കും ലഭിക്കുകയെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ദയയും കാരുണ്യവനും ഉള്ളവനാണ് എന്നും അവൻ അങ്ങേയറ്റം നൽകുന്നവനാണ് എന്നുമുള്ള ബോധ്യത്തോടുകൂടി പടച്ച റബ്ബിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ റിസ്ക് അവന്റെ കഴിവിലോ അവന്റെ അറിവിലോ ഒന്നുമല്ല. യഖൂലുല്ലാഹു അസ്സ വജൽ വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. വഫിസ് സമാഇ റിസ്ഖുകും, നിങ്ങളുടെ റിസ്ക് അത് ഉപരിയിൽ പടച്ച റബ്ബിന്റെ പക്കലാണ്. വമാ തുഅദൂൻ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപക്ഷെ അവന്റെ കഴിവുകൊണ്ട് അവൻ എത്തിപ്പിടിക്കാം, ലഭിക്കാം എന്ന് കരുതുന്ന റിസ്ക് അതിന്റെ സമീപത്തെത്തുമ്പോഴേക്ക് അവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയേക്കാം. ഒരു മനുഷ്യൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത റിസ്ക് അവന്റെ കൈകളിലേക്ക് വന്നെത്തിയേക്കാം. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, വഫിസ് സമാഇ റിസ്ഖുകും, റിസ്ക് നിങ്ങളുടെ കയ്യിലല്ല,
നമ്മളുടെ കയ്യിലല്ല നമ്മളുടെ റിസ്ക് ഉള്ളത്, മറിച്ച് ഉപരിയിൽ പടച്ച റബ്ബിന്റെ പക്കലാണ് നിങ്ങളുടെ റിസ്ക് ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് യഖൂലു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ സഈദി ജബലിൻ വാഹിദ് فسأل كل واحد منهم مسألته فأعطي كل واحد منهم ما سأل ما نقص ذلك مما عند الله شيئا ما نقص ذلك مما عند الله شيئا. മുഴുവൻ മനുഷ്യരും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഇനി വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരും മുഴുവൻ ജിന്നുകളും എല്ലാവരും ഒരു കുന്നിന്റെ മുകളിൽ ഒരുമിച്ച് കൂടി അള്ളാഹുവിനോട് ഓരോരുത്തരും ആവശ്യമുള്ളത് മുഴുവനും ചോദിച്ചാൽ ആ ആവശ്യമുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയും ചെയ്താൽ പോലും അള്ളാഹുവിന്റെ പക്കലുള്ളതിൽ യാതൊരു കുറവും സംഭവിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കുക. ഒരു മാർഗം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അന്വേഷിക്കുക, അള്ളാഹുവിനോട് തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. റിസ്ക് ഹലാലായ മാർഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം നൽകുന്നവനാണ്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. الله نسوكشش റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിച്ച് പരസ്യമായും രഹസ്യമായും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നവരായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഖാല അല്ലാഹു അസ്സ വജൽ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹുവാകുന്നു ഹുവർ റസ്സാഖ് നിരന്തരം നിങ്ങൾക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്നവൻ. അർ റസ്സാഖ് സീഗത്തുൽ മുബാലഗ എന്ന് പറയും അറബി ഭാഷയിൽ. അങ്ങേയറ്റം ഉപജീവനം നൽകുന്നവൻ എന്നാണ് അള്ളാഹുവിന്റെ റസ്സാഖ് എന്ന് പറയുന്ന നാമം സൂചിപ്പിക്കുന്നത്. കേവലം ഉപജീവനം നൽകുന്നവൻ എന്നല്ല, അങ്ങേയറ്റം ഉപജീവനം നൽകുന്നവൻ എന്നാണ് ആ നാമം സൂചിപ്പിക്കുന്നത്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ മറുപടി എന്ന് പറയുന്നത് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. പടച്ച റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിരില്ലാതെ നൽകും. ആ അതിരില്ലാതെ നൽകുന്ന റബ്ബിൽ തവക്കുലാക്കുകയും പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും പരിശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم احفظ الكويت أهلها وأميرها وشعبها من كل سوء ومكروه. اللهم إنا نسألك رحمتك. اللهم أدم علينا نعمة الأمن والأمان. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.